നമ്മൾ ഈ ഒരു റോഡ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് സമയമെടുത്തിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റേഷൻ സൈഡിലെത്തിയിട്ടുണ്ട്. ഈ ദുരിതവാസികൾക്ക് ഏറെ പ്രയാസകരമായിട്ടുള്ള എന്നിട്ട് വരെ പ്രദേശവാസികളൊക്കെ അതിനോട് സാമ്യപ്പെട്ടിട്ട് നല്ലൊരു ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് നല്ലൊരു റോഡാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഈ ഇടയ്ക്ക് ടോൾ പ്ലാസ ഓപ്പൺ ചെയ്ത ശേഷം വരുന്ന ഇതിൻ്റെ പിരിവുമായി ബന്ധപ്പെട്ട അതോറിറ്റി ഇതൊരു സർവീസ് എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ ഒരു ധിക്കാരം കാണിക്കാനുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ അത് അവർ കൊടുക്കുന്ന ഔദാര്യം എന്നുള്ള രീതിയിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിരന്തരമായിട്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി പോലുള്ള സംഗതികളൊക്കെ വരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇവർ പെരുമാറ്റങ്ങൾ മഹാമോശകരമായിട്ടുള്ള എന്ത് തന്നെ ചെയ്താലും പിരിവെടുക്കുക എന്നുള്ളതിലോട്ട് മാത്രം കൊടുക്കുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് കസ്റ്റമറിനും കൂടെ ഫീസിബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് പ്രൊവൈഡ് ചെയ്യാതെ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ലെവലിലോട്ട് ഇതൊന്നും പൊതുജനം ഒട്ടും അംഗീകരിക്കില്ല. പൊതു സ്ഥലത്ത് ഉണ്ടാക്കിയൊരു റോഡാവുന്നതോ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഫീസ് കൊടുക്കാനും ടോൾ കൊടുക്കാനും ആളുകൾ റെഡി ആണെങ്കിൽ പോലും ആളുകളുടെ ഡിഗ്നിറ്റി മാനിക്കാതെയാണ് ഇവർ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പിന്നെ റോഡിൻ്റെ പാസേജിനുള്ള പ്രയാസം എന്നൊക്കെ പറഞ്ഞ ഒരു 10 വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കാണ്. ആധുനിക സജ്ജീകരണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും തടഞ്ഞു നിർത്തി പിരിവെടുക്കുന്ന രീതിയിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തോരം ക്യൂ നിന്നിട്ടാണ് ഇവിടെ ടോൾ കൊടുക്കാൻ കഴിയുന്നത്. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനേക്കാൾ ഉപരി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പാലം കടന്ന് എത്തുന്ന അതേ പോർഷനിലാണ് പാലത്തിൽ വരുന്ന അതേ സ്പീഡിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ പല വണ്ടികളും നിർത്തിയിട്ട് ബാക്കൗട്ട് എടുപ്പിക്കുന്ന രീതികൾ. ഹൈവേയിൽ ആരാണ് അതോറിറ്റിക്ക് ബാക്കൗട്ട് ഈ ടോൾ പിരിക്കുന്ന അതോറിറ്റിക്ക് ബാക്കൗട്ട് എടുക്കാനുള്ള പെർമിഷൻ നൽകിയിട്ടുള്ളത്? ഇവിടുത്തെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ കഴിയും. ഇവിടെയുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്, മിക്കവാറും വണ്ടി വന്ന് നിൽക്കുമ്പോൾ ട്രാക്ക് മാറ്റാൻ വേണ്ടി യൂണിഫോമോ ഇവർക്ക് പ്രത്യേകിച്ച് സംഗതികളോ ഒന്നുമില്ല, ടാഗോ ഒന്നുമില്ല, നെയിം പ്ലേറ്റോ ഒന്നുമില്ല. ഇവരാകെ ചെയ്യുന്നത് എന്താ, ആരൊക്കെയോ എന്തോ ഒരു ഓവർകോട്ട് മാത്രം ഇട്ടുകൊണ്ട് വന്നിട്ട് ജനങ്ങളെ ധിക്കാരപൂർവ്വം ഭരിക്കുന്ന രീതിയിലോട്ടാണ് പോകുന്നത്. നമ്മൾ ആധുനിക സജ്ജീകരണങ്ങൾ യൂസ് ചെയ്യുന്നത് ആളുകൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ഇപ്പോഴും തടഞ്ഞു നിർത്തി വാങ്ങിക്കുകയാണ്. ഇനി ആരെങ്കിലും ടോള് നൽകാതെ ഇലക്ട്രോണിക് ടോള് നൽകാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് കൊണ്ടുവരേണ്ടത്. അവരെ പിറകെ ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിക്കുന്ന ഒരു രീതി അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല. ലോക്കൽ ലാംഗ്വേജിൽ പോലും ഡയറക്ഷൻ കൊടുക്കാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളമാണ് അവർക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഇവിടെ രണ്ടും പറ്റില്ല. അവർ ധിക്കാരപൂർവ്വം പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയധികം നാട്ടുകാർ മിണ്ടാണ്ടിരിക്കുന്നത് അവർ വിളിക്കുന്ന തെറികൾ പലതും മനസ്സിലാവാത്തതുകൊണ്ട് പോലും ആവണം. ഇവിടെ അതിനേക്കാൾ കൂടുതൽ അവരുടെ ലാംഗ്വേജിൽ തെറികൾ വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊരിക്കലും നാട്ടുകാർ അംഗീകരിക്കില്ല. അറിയുന്ന ആളുകളും കയ്യുക കാണിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ അവരെ പറ്റാവുന്ന രീതിയിലൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതാണ് പല കയ്യാങ്കളിയിലോട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ അതോറിറ്റി ഇത് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുകയും ഇതിനൊരു ഇലക്ട്രോണിക് സംവിധാനം ഓൾറെഡി നിലവിലുണ്ട്. അത് ലംഘിക്കുന്ന ആളുകളെ ട്രാക്ക് ചെയ്യാനുള്ള മറ്റ് സംവിധാനങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. സാലിക് എന്നൊക്കെ പറയുന്ന UAE ഉപയോഗിക്കുന്നത് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ. ടോൾ കൊടുക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. നല്ല റോഡ് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ടോൾ കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ അത് പിരിക്കുന്നതിലൊരു മാന്യത തീർച്ചയായിട്ടും ആ ഏജൻസി കാണിക്കും. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രം പോലീസ് വരുന്ന രീതിയിലുള്ള ഒരു സംഗതി. പിന്നെ ഇത് പരാതിപ്പെടാനുള്ള ഒരു അതോറിറ്റീനെ പറ്റി ആർക്കും വലിയൊരു ധാരണയൊന്നുമില്ല. ഇവിടെ നടക്കുന്നതൊക്കെ അവരുടെ ഒരു ധിക്കാരം നമ്മൾ സഹിച്ചോണം എന്നുള്ള രീതിയിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പൊതുജനങ്ങൾ വയലൻ്റ് ആവുന്നത്. എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി യൂത്ത് ആയിരിക്കും കുറച്ചും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അവരെ പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ് അവർ റിയാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട്. ആരും വെറുതെ വന്ന് ഇവിടെ തല്ലുണ്ടാക്കണം, എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ടോൾ കടക്കണം എന്നൊന്നും ആർക്കും മൈൻഡില്ല. എല്ലാവരും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അത് മാന്യമായിട്ട് പിരിക്കുക എന്നുള്ളത് ആ അതോറിറ്റിയും കൂടെ നോക്കേണ്ട ഒരു വസ്തുതയാണ്. വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കസ്റ്റമറിനും കൂടെ ഫീസിബിൾ ആവുന്ന രീതിയിൽ, അവരെയും കൂടെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ, അവരെയും കൂടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയിലോട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. ഇതുപോലുള്ള ഗുണ്ടായിസ് ആകുമ്പോൾ ഇതുപോലെ വാക്തർക്കങ്ങൾ കൂടി വരാനും പ്രൊവോക്കേഷൻ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. താങ്കൾക്ക് നിർദ്ദേശങ്ങൾ എന്താണ് വയ്ക്കാനുള്ളത്? ഇവിടെ നിരന്തരം എനിക്ക് ഡെയിലി ഇതുവഴി പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. എനിക്ക് ബേസിക്കലി ഞാൻ യാത്ര ചെയ്യുന്നത് മൊത്തം സർവീസ് റോഡിൽ. വളാഞ്ചേരി ടു പുത്തനത്താണിയാണ് എനിക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ട ആവശ്യമുള്ളത്, അല്ലെങ്കിൽ കാടാമ്പുഴ ക്ഷേത്രം ബേസ് ചെയ്യണം യാത്ര ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് 100 രൂപ ടോൾ കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കയറാൻ കഴിയും. എനിക്കൊരു സർവീസ് റോഡില്ല. അഥവാ ഹൈവേ ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഈ ടോളിൽ വന്ന് കാത്തു നിന്ന് 100 രൂപ ടോൾ കൊടുത്തിട്ട് വേണം എനിക്ക് പുറത്തേക്ക് കിടക്കാൻ. വീണ്ടും ഞാൻ പോകുന്നത് സർവീസ് റോഡിലോട്ടാണ്. അതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. വളാഞ്ചേരിയുള്ള ആളുകൾക്കും വളാഞ്ചേരിയുള്ള ബിസിനസ്സിലുള്ള ആളുകൾക്കൊന്നും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ബിസിനസ് പ്രൊഫഷണലുള്ള ഒരു ഓപ്ഷൻ തീരെ കിട്ടുന്നില്ല. തിരിച്ചും ഇങ്ങോട്ട് തന്നെ പുത്തനത്താണി ഏരിയയിലോട്ടൊന്നും ആരും കടക്കില്ല. കാരണം സർവീസ് റോഡിലൂടെ എൻ്റർ ആവാനുള്ള ഒരു സാഹചര്യം ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.
അത് പുനഃസ്ഥാപിച്ച് കിട്ടൽ വലിയൊരു ആവശ്യമാണ്. ടോളിന് വേണ്ടിയുള്ള ബിൽഡിംഗ് പണിയുന്നത് വരെ എല്ലാവരുടെയും വിചാരം അതായിരുന്നു. പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിലൊക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് 3000 രൂപയുടെ പെർ ഇയറിൻ്റെ കൂപ്പൺ എടുത്തോളോ, എന്നിട്ട് മുന്നോട്ട് പൊക്കോളോ എന്നുള്ളതാണ് പറയുന്നത്. അത് ഇതുവരെ ആരും എവിടെയോ പറഞ്ഞു കേട്ടു എന്നുള്ളത് ആധികാരികമായുള്ള ഒരു ഡോക്യുമെൻറ്റോ മറ്റു സംഗതികളൊന്നും എവിടുന്ന് ഒരു ഷുവർട്ടി കിട്ടിയിട്ടില്ല അക്കാര്യത്തിൽ. നല്ല റോഡ് വേണം, ജനങ്ങൾക്ക് നല്ല റോഡ് കൊടുക്കണം. അത് ജനങ്ങളത് ടോളാണെങ്കിൽ ടോൾ കൊടുത്ത് യാത്ര ചെയ്യാൻ തയ്യാറാണ്. കാരണം അവരുടെ സമയവും ബാക്കി ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിന് ടോൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അത് ഈ രീതിയിൽ ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് പിരിക്കുന്നതിലോട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റോഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷനാണ്. ഇത് പണിത ആളുകൾക്ക് അതിനായിട്ടുള്ള ബാക്കി എമൗണ്ട് കിട്ടുന്നതെല്ലാം അത് കുറച്ചും കൂടെ ആധുനിക സജ്ജീകരണങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ആളുകളെ തടഞ്ഞു നിർത്തുകയും ആളുകളുടെ സമയത്തിന് വില കൽപ്പിക്കാത്ത രീതിയിലുള്ള പ്രവണതയൊക്കെ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഈ ടോളിനൊന്നും ആരും പ്രത്യേകിച്ച് ഒരു 80% പ്രശ്നങ്ങൾ അതോടെ തീരും.